ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 വീഡിയോസിനകത്ത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്താണെന്നും സ്റ്റേറ്റ്, പാത്ത്, പ്രോസസ്സ് ഇതൊക്കെ എന്താണെന്നും അതുപോലെ തന്നെ എക്വിലിബ്രിയം പ്രോസസ്സ്, നോൺ എക്വിലിബ്രിയം പ്രോസസ്സ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് IC എൻജിൻസ്, അതിൻ്റെ സൈക്കിൾസ്, അതുപോലെ തന്നെ കാർനോട്ട് സൈക്കിളിൻ്റെ ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സാണ് പെർഫെക്റ്റ് ഗ്യാസസ്. അപ്പോൾ അതാണ് നമ്മൾ പ്രോസസ്സ് എന്താണെന്ന് നോക്കി. ഇനി എന്താണ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അപ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഒക്കെ അറിയുന്ന ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാവുകയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സിസ്റ്റം എന്താണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് എന്താണ് വേറൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിനെയാണ്, ആ ഒരു സക്സസീവ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എന്താ പറയുന്നത്, ഏതോ ഒരു സിസ്റ്റം എടുത്ത് നോക്കിയാലും എന്താണ്, ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലല്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് എന്ത്, അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് കണ്ടതാണ്. അവിടെ നമ്മൾ എന്താ ചെയ്തത്, ഇപ്പോൾ ഒരു സിസ്റ്റം എന്താണ്, നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അതിനെ ഒരു നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്സാക്കി കൊണ്ടുവന്നിട്ട് എന്താണ് അതിനെ ഒരു ക്വാസി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, സഫീഷ്യൻ്റ്ലി സ്ലോ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗ്ലിജിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, ഇൻഫിനിറ്റ്ലി സ്മോൾ ആണെന്ന് പറയാം. അങ്ങനെ ആ ഒരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു സിസ്റ്റം എന്താണ് ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്തു, ആ ഒരു പ്രോസസ്സ് എന്താണ് അതേ പാത്തിലൂടെ നമുക്ക് തിരിച്ചും കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സിസ്റ്റം അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ്ങും എന്താണ് റെസ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ആ ഒരു പ്രോസസ്സിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, എന്താണ് സിസ്റ്റം സറൗണ്ടിങ് എന്താണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഒന്നും എന്താണ് ഇക്വിലിബ്രിയത്തിലല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ നമുക്ക് നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് അതിനെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഡയഗ്രത്തിൽ എപ്പോഴും ഇക്വിലിബ്രിയം പ്രോസസ്സിനെ കണ്ടിന്യൂസ് കർവ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ പറയുമ്പോൾ സ്മൂത്ത് കർവ് എന്ന് പറയും. സ്മൂത്ത് കർവ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സിനെ നമ്മളെപ്പോഴും എന്താണ് ഡോട്ടഡ് ലൈൻ, അതായത് ഒരു കണ്ടിന്യൂസ് അല്ലാത്ത ഒരു ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെന്താണ്, ഇത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് അല്ലെങ്കിൽ നോൺ ഇക്വിലിബ്രിയം പ്രോസസ്സാണ്. ഇതിനകത്ത് സ്റ്റേറ്റ് 1ഉം അതായത് ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും. ബാക്കി ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ് ഒന്നും എന്തായിരിക്കില്ല, ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. അതല്ലെങ്കിൽ എന്താ പറയുക, ഇവരുടെ പ്രോപ്പർട്ടീസിൻ്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ്ലി സ്മോൾ അല്ല, മീൻസ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു നെഗ്ലിജിബിളി അല്ല. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഇതൊരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സാണ് അല്ലെങ്കിൽ പറയാം എന്ത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്, ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സാണെന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഇതിനകത്ത് എന്താണ് എല്ലാ പോയിൻറ്റും എന്തായിരിക്കും, ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രോപ്പർട്ടീസ് തമ്മിലുള്ള മീൻസ് പ്രോപ്പർട്ടീസിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗ്ലിജിബിൾ ചേഞ്ച് ആയിരിക്കും. നമുക്കെന്താണ്, നമ്മൾ തെർമോഡൈനാമിക്സിൽ ഡിഫറെൻറ്റ് സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്താണ് ഒരു സിസ്റ്റം നമ്മൾ ഒരു റീജിയൺ, നമ്മൾ ആ തെർമോഡൈനാമിക് അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു റീജിയൺ ആണ് എന്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് മാസ് സിസ്റ്റം ഉണ്ടായിരുന്നു, പിന്നെ കൺട്രോൾ വോള്യൂം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടായിരുന്നു.
അപ്പോൾ ഫിക്സഡ് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും അറൗണ്ട് എന്താണ് ത്രൂ ഇറ്റ്സ് ബൗണ്ടറി. ഇനി കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് മാസ് ട്രാൻസ്ഫറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് എനർജി ട്രാൻസ്ഫറും എനർജി ഇൻട്രാക്ഷനും ഉണ്ടായിരിക്കും. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണ് മാസ് ട്രാൻസ്ഫറും ഉണ്ടായിരിക്കില്ല, എനർജി ഇൻട്രാക്ഷനും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫ്ലോ പ്രോസസ്സ് അതുപോലെ തന്നെ എന്താണ് നോൺ ഫ്ലോ പ്രോസസ്സാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് നോൺ ഫ്ലോ പ്രോസസ്സാണ്. അപ്പോൾ നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ഒക്കറിങ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിച്ച് ഡു നോട്ട് പെർമിറ്റ് ട്രാൻസ്ഫർ ഓഫ് മാസ്. അപ്പോൾ എന്താണ് മാസ് ഇൻട്രാക്ഷൻ അലോ ചെയ്യാത്ത ഒരു സിസ്റ്റം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഒക്കർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് എനർജി ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, അതായത് വർക്കും ഹീറ്റും എന്തായിരിക്കും വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും ഒക്കർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്താണ് മാസ് ട്രാൻസ്ഫർ across the boundaries of the system is not possible, അല്ലെങ്കിൽ എന്താണ് the system does not permit the transfer of mass across its boundaries. That's called a non-flow process. അടുത്തത് എന്താണ് ഫ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുല്ലോ, കൺട്രോൾ വോളിയം ദ പ്രോസസ് ഒക്കറിങ് ഇൻ ഓപ്പൺ സിസ്റ്റം വിച്ച് പെർമിറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് മാസ് ആൻഡ് the transfer of mass to the system and from the system called flow process. അപ്പോൾ എന്താണ് മാസ് ഇൻട്രാക്ഷൻ ഉള്ളതിനെ നമുക്ക് ഫ്ലോ പ്രോസസ് എന്ന് പറയും. ഇനി ആ ഒരു മാസ് എന്താണ് മാസ് എൻറ്റേഴ്സ് സിസ്റ്റം ആൻഡ് ലീവ്സ് സിസ്റ്റം ആഫ്റ്റർ എൻഹാൻസിങ് ദ എനർജി. അപ്പോൾ ഒരു മാസ് ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ട് എന്ത് ലീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ എനർജി എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ തന്നെ ഈ ഒരു ഫ്ലോ പ്രോസസ്സിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വരുന്നത് സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് എന്നും അതേപോലെ തന്നെ എന്താണ് നോൺ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് ഒന്നുമാണ്. പിന്നെ ഈ സ്റ്റഡി ഫ്ലോ എന്താണെന്ന് നോക്കാം. സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്താണ്, പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദി കോർഡിനേറ്റ്സ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ടൈം ഓൺ ദ സിസ്റ്റം. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് സ്പെഷ്യൽ കോർഡിനേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് ടൈമും എന്താണ് ഒരു കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഈ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് സ്റ്റഡി പ്രോസസ്സസ്. അതുപോലെ തന്നെ എന്താ പറയുന്നത് ടൈമിനെ മീൻസ് സ്റ്റഡി പ്രോസസ്സ് ആണെങ്കിൽ ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവില്ല പ്രോപ്പർട്ടീസിൽ. പക്ഷേ എന്താണ് സ്പെഷ്യൽ കോർഡിനേറ്റ്സിനനുസരിച്ച്, അതായത് പോയിന്റ് ടു പോയിന്റ് എന്താണ് ഈ ഒരു കോർഡിനേറ്റ് മീൻസ് പ്രോപ്പർട്ടീസിനൊക്കെ എന്താണ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റഡി ഫ്ലോ കേസിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാസ് ഇൻ ഈസ് ഈക്വൽ ടു മാസ് ഔട്ട്, അതായത് എന്താ പറയുന്നത് മാസ് ബാലൻസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ എനർജി എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു കൺട്രോൾ വോളിയത്തിലേക്ക് വരുന്ന മാസ് എനർജി എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. ഇനി അതല്ല നോൺ ഫ്ലോ മീൻസ് നോൺ സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടൈമിനനുസരിച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ ഒരു സിസ്റ്റം ഒരു പൈപ്പിൽ കൂടെ എന്താണ് ഒരു ഫ്ലോ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മളെന്താണ് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ഈ ഒരു പോയിന്റിൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഓരോ പ്രോപ്പർട്ടീസിനും വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നോൺ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മാസ് അതുപോലെ തന്നെ എന്താ പറയുന്നത് എനർജി എന്തായിരിക്കും നോട്ട് കോൺസ്റ്റൻറ്റ്. മറ്റൊരിടത്ത് നമ്മൾ എന്താ പറയുന്നത് മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ നമുക്ക് മാസ് ബാലൻസ് ചെയ്യാൻ പറ്റും, ഇവിടെ എന്താണ് അതില്ല. അപ്പോൾ രണ്ട് തരം പ്രോസസ്സ് നമ്മൾ പഠിച്ചു, അതായത് ഫ്ലോ പ്രോസസ്സ് നോൺ ഫ്ലോ പ്രോസസ്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫിക്സഡ് മാസ് പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലൊക്കെ അറിയുന്ന മാസ് ട്രാൻസ്ഫർ ഇല്ലാത്ത ഒരു പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് വിളിക്കാം. ഇനി ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് കൺട്രോൾ വോളിയം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഓപ്പൺ സിസ്റ്റത്തിലൊക്കെ അറിയുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഫ്ലോ പ്രോസസ്സ് എന്ന് വിളിക്കാം. ദെൻ ഈ ഫ്ലോ പ്രോസസ്സ് തന്നെ എന്താണ് രണ്ട് ഡിവിഷൻ ഉണ്ട്. അതിനകത്ത് സ്റ്റഡി ഫ്ലോ ഉണ്ട്, നോൺ സ്റ്റഡി ഫ്ലോ ഉണ്ട്. ഇപ്പോൾ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ടൈം ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറയുക. എന്താണ് ടൈമിനനുസരിച്ച് ഒരു പോയിന്റിൽ പ്രോപ്പർട്ടീസിനൊന്നും എന്താണ് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കില്ല. ബട്ട് സ്പേഷ്യൽ കോർഡിനേറ്റ്സിനനുസരിച്ച് എന്താണ് അതായത് സ്പേസ് കോർഡിനേറ്റ്സിനനുസരിച്ച് എന്തായിരിക്കും പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്
ഒരു പോയിന്റിൽ എന്താണ് ഡിഫറെൻറ്റ് ടൈമിൽ എന്താ കൺസിഡർ ചെയ്താലും പ്രോപ്പർട്ടീസിനൊക്കെ സെയിം വാല്യൂ ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാസ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു സിസ്റ്റത്തിനകത്തേക്ക് വരുന്ന മാസ് തന്നെ ആയിരിക്കും സിസ്റ്റത്തിനെ ലീവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നോൺ സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിലെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. അതായത് ടൈം ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അവിടെ എന്താണ് മാസ്, അതുപോലെ തന്നെ മാസ് ഫ്ലോ റേറ്റും എനർജി ഫ്ലോ റേറ്റും എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഈ നോൺ ഫ്ലോ അല്ല, എന്താണ് ഫ്ലോ പ്രോസസ്സിൽ തന്നെ നോൺ സ്റ്റഡി ഫ്ലോ പ്രോസസ്സിനകത്ത്. ഇനി നമുക്ക് നോൺ ഫ്ലോ പ്രോസസ്സിൽ വർക്ക് ഡൺ എങ്ങനെയെന്ന് നോക്കാം. വർക്ക് ഡൺ ഇൻ എ നോൺ ഫ്ലോ പ്രോസസ്സ്. അപ്പോൾ നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഫിക്സഡ് മാസ് ആണ്. എന്താണ്, ആ ഒരു സിസ്റ്റത്തിനകത്തേക്ക് എനർജി ഇൻട്രാക്ഷനേ ഉള്ളൂ, മാസ് ഇൻട്രാക്ഷൻ ഇല്ല. അല്ലെങ്കിൽ എന്താ പറയുന്നത്, മാസ് ഡസ് നോട്ട് ക്രോസ് ദി ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഒരു പിസ്റ്റൺ എന്താണ്, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താണ്, ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ എന്താണ് ഈ പിസ്റ്റൺ എന്താണ്, നമ്മൾ ക്രാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫ്ലൈ വീലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് റെസിസ്റ്റൻസ് ഓവർകം ചെയ്തു എന്ന് വെച്ചിരിക്കുക ഈ ഒരു ഗ്യാസ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റൺ, ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് എന്തായിരിക്കും, ഈ ഒരു S1 നിന്ന് എന്തായിരിക്കും, അത് S2ലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള ഒരു മാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിനെന്തായിരിക്കും, കൂടുതൽ വോളിയം റിക്വയർ ആയിരിക്കും. സോ എന്താണ്, ഈ പിസ്റ്റൺ കുറച്ച് ബാക്കിലേക്ക് മൂവ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള പ്രഷറും വോളിയം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യും. പക്ഷെ എന്താണ്, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ എന്താണ്, S1 സ്റ്റേറ്റിൽ ഇത്രയും വോളിയം ഉള്ളൂ, ഈ ഒരു കാണുന്ന വോളിയം ഉള്ളൂ. S2ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിച്ചു, അതിന് വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റിൽ എന്താണ്, ഇത് നല്ല ഹൈ പ്രഷറിലായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഹൈ ആയിരിക്കും. ഇനി എന്താണ്, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പിസ്റ്റൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. സോ എന്താണ്, ഇതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. ഇപ്പോൾ S1ൽ നിന്ന് S2ലേക്കാണ് പോയിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മോൾ പോയിന്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്മോൾ സെക്ഷൻ കൺസിഡർ ചെയ്യുക. അവിടെ എന്താണ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് എന്താണ്, ഈ ഒരു പിസ്റ്റണിലെ സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നതിനാണ്, മീൻസ് ആ ഒരു ഗ്യാസ് ആ ഒരു പിസ്റ്റൻ്റെ സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുന്നതിന് ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഈ ഒരു പിസ്റ്റൻ്റെ മേലെ എന്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പിസ്റ്റണിലെ സർഫസ് ഏരിയ വരുന്നത് A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ പിസ്റ്റൺ. അതുപോലെ തന്നെ എന്താണ്, F എന്ന് പറയുന്ന ഫോഴ്സ് എന്താണ്, പിസ്റ്റൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, P=F/A ആയിരിക്കും. ഇനി നമുക്ക് എന്താണ്, വർക്ക് എന്ന് പറയുന്നത് ΔW, അല്ലെങ്കിൽ എന്താ പറയുന്ന സ്മോൾ വർക്ക് എന്ന് പറയുന്നത് എന്താ, = നമുക്ക് F/dx, അതായത് എന്താണ്, F ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആക്ടിങ് ദി ഫോഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള സ്മോൾ ചേഞ്ച് ആയിരിക്കും, ചേഞ്ച് ഇൻ ലെങ്ത് ആണ് dx എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു എഫിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ PA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, PA dx എന്ന് വരും. ഇപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പിസ്റ്റൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. അതുപോലെ തന്നെ dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനകത്ത് വരുന്ന സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, വോളിയം ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്താണ്, ചേഞ്ച് ഇൻ വോളിയം, അല്ലെങ്കിൽ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം dV എന്ന് എടുക്കാം. ഇതാണ് എന്ത് പറയുന്നത്, ഇതിനകത്ത് വരുന്ന ഈ ഒരു നോൺ ഫ്ലോ പ്രോസസ്സിനകത്ത് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യാം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 2, അതായത് S1 to S2 ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, W1 to 2 = നമ്മൾ ഓൾറെഡി പറഞ്ഞു
ഈ വർക്കും ഹീറ്റും എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഫങ്ഷൻസ് ആണ്, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആണ്. അതിന് നമുക്ക് W2 - W1 എന്ന് എഴുതാൻ പറ്റില്ല, W1 to 2 എന്ന് എഴുതാൻ പറ്റൂ. ഇൻ്റഗ്രൽ PdV 1 to 2 എന്ന് എഴുതാം. അതാണ് എന്ത് ഇവിടെ വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഒരു നോൺ ഫ്ലോ പ്രോസസ്. നമ്മളിത് ഈ ഒരു നമ്മളിപ്പോൾ ഇത് കൺസിഡർ ചെയ്തിട്ട് എന്താണ്, ഇവിടുത്തെ ഒരു സ്മോൾ ചേഞ്ച് ആണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള ഒരു ചെറിയ സെക്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും. ഇതാണ് എന്ത് ഈ ഒരു നോൺ ഫ്ലോ പ്രോസസ്സിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു S1 to S2 ചേഞ്ചിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ അണ്ടർ ദി കർവ് ആയിരിക്കും. ഇനിയിപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവായിട്ടും, അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടും എടുക്കുക. സൈൻ കൺവെൻഷനും കൂടി എന്താണ് നമുക്ക് നോക്കാം. ഇനി എന്താണ് ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് തെർമോഡൈനാമിക് ടു നോൺ ഫ്ലോ പ്രോസസ്. ഇപ്പോൾ നമ്മൾ ഈ നോൺ ഫ്ലോ പ്രോസസ്സ് എന്താണെന്ന് കണ്ടു. എന്താണ് ഒരു ഫിക്സഡ് മാസ് പ്രോസസ്സിനെയാണ് നമുക്ക് നോൺ ഫ്ലോ പ്രോസസ്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇതിനകത്ത് എന്താണ് ഒരു നോൺ ഫ്ലോ പ്രോസസ്സിനകത്ത് എന്താണ് ഫസ്റ്റ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റത്തിനകത്ത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഇൻട്രാക്ഷൻ, അതായത് വർക്ക് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറും സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്, അതിനകത്ത് സ്റ്റോർഡ് എനർജി ആയിരിക്കും എന്ന് പറയാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. When a system undergo change of state or thermodynamic process, then both heat transfer and work transfer takes place. The net energy transfer is stored within the system is known as total energy of the system or internal energy or stored energy എന്ന് നമുക്ക് പറയാം. internal energy അല്ല, stored energy. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q1 to 2 minus W1 to 2 is equal to DE എന്ന് എഴുതാം, അല്ലെങ്കിൽ E2 minus E1 എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി കണ്ടു എനർജി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? പൊട്ടൻഷ്യൽ എനർജി വരും, കൈനറ്റിക് എനർജി വരും, ഇൻറ്റേർണൽ എനർജി വരും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഫ്ലോ പ്രോസസ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ മീൻസ് കൈനറ്റിക് എനർജി ഉണ്ടാവണമെങ്കിൽ അത് ഫ്ലോ പ്രോസസ്സാണ്. ഇനി പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഡാറ്റം ലെവലിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഫ്ലോ പ്രോസസ്സോ അല്ല, ഫിക്സഡ് മാസ് പ്രോസസ്സോ ആണ്. സോ എന്താണ് ഇതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി അതുപോലെ തന്നെ എന്താണ് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. സോ എന്താണ് ഇവിടെ ഈ ഒരു സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ എനർജി മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് DU മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് U2 - U1. അപ്പോൾ ഇതിനകത്ത് E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റോർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ പ്രോസസ്. അപ്പോൾ എന്താണ് ഒരു പ്രോസസ്സിൻ്റെ എൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് E2 എന്ന് പറയുന്നത്. E1 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ്. അപ്പോൾ ഇതെന്താ U2 എന്ന് പറയുമ്പോൾ എന്താണ് ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി. അതുപോലെ തന്നെ U1 എന്ന് പറയുന്നത് എന്താണ്? വേണമെന്നുണ്ടെങ്കിൽ UI UF എന്ന് വിളിക്കാം. അപ്പോൾ UI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി. അതുപോലെ തന്നെ UF എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ E2 - E1 എന്നുണ്ടെങ്കിൽ എന്താവണം? അത് പ്രോപ്പർട്ടി ആവണം. ഈ ഒരു സിസ്റ്റത്തിന് എന്താണ്? പ്രോപ്പർട്ടി ആവണം. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഓഫ് ദ പ്രോസസ്സാണ് എന്ത്? പ്രോപ്പർട്ടി. അപ്പോൾ ഇത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിനെ Q പ്രോപ്പർട്ടി അല്ല, അതുപോലെ തന്നെ എന്താണ് W, അതായത് ഹീറ്റും വർക്കും എന്താണ്? പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം അല്ല. എന്താണ്? പോയിന്റ് ഫങ്ഷൻസ് അല്ല, അത് പാത്ത് ഫങ്ഷൻസ് ആണ്. പക്ഷെ എന്താണ് അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് Q - W എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിന് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു കേസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കും ഈ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഹീറ്റ് ഇൻടേക്ക്, അതായത് Q is equal to W plus U എന്നുള്ള കേസ്. അതായത് എന്താണ് ഈ ഒരു സിസ്റ്റം ഹീറ്റ് ഇൻടേക്ക് ചെയ്തു, അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. അതായത് രണ്ടും പോസിറ്റീവായിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് നമുക്ക് നോക്കാം.
ഈ ഒരു നോൺ ഫ്ലോ കണ്ടീഷനിൽ തന്നെ അല്ലെങ്കിൽ ഫിക്സഡ് മാസിൽ തന്നെ എന്താണ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ നമുക്കൊന്ന് നോക്കാം ആദ്യം. അവിടെ എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സസ് വരുന്നുണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സസും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സിബിൾ പ്രോസസ്സ് ഏതൊക്കെ നോക്കാം. ഒന്ന് വരുന്നത് എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് വരുന്നുണ്ട്. വരുന്നത് എന്താണ് ഹൈപ്പർബോളിക് പ്രോസസ്സ് വരുന്നുണ്ട്. പിന്നെ എന്താണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് വരുന്നുണ്ട്. എന്താണ് ഐസെൻട്രോപ്പി കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി. അതുപോലെ തന്നെ എന്താണ് പോളിട്രോപ്പിക് പ്രോസസ്സ് വരുന്നുണ്ട്. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് വരുന്നത് ഫ്രീ എക്സ്പാൻഷൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് നമുക്ക് എന്ത് ചെയ്യണം അനലൈസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് പ്രോസസ്സ്, അതായത് ഡിഫറെൻറ്റ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത് ഓരോ സിസ്റ്റമല്ല തെർമോഡൈനാമിക് ഡിവൈസസ് വരുന്നത്. അപ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. സോ നമുക്കിപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സസ് ആണ്. ഇതിനകത്ത് ഫ്രീ എക്സ്പാൻഷൻ മാത്രമാണ് എന്ത് റിവേഴ്സിബിൾ പ്രോസസ്സായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം റിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതായത് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ എന്ത് പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി എന്ന് പറയുമ്പോൾ എന്താണ് അഡയബാറ്റിക് പ്രോസസ്സാണ്. റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ് ഐസോതെർമൽ പ്രോസസ്സാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. ദെൻ പിന്നെ വരുന്ന പോളിട്രോപ്പിക് പ്രോസസ്സും ഹൈപ്പർബോളിക് പ്രോസസ്സും ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ വരുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓരോ പ്രോസസ്സും. ഫസ്റ്റ് വരുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് V=C. അതിനകത്ത് എന്താണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയാം. ഐസോകോറിക് പ്രോസസ്സ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, എന്ത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് P1 V1/T1 ആണെന്ത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. എന്ത് ചെയ്തു P2 V2 T2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോയെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് V1 എന്താണ് V2 തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താണ് P1/T1 P2/T2. അതായത് പ്രഷറും ടെമ്പറേച്ചറും എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഈ ഒരു കേസിനകത്ത് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സൊക്കെ പറയുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ എന്ത് സംഭവിക്കും, പ്രഷറും ടെമ്പറേച്ചറും എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്നിച്ച് ഇൻക്രീസ് ചെയ്യും. എന്ത് ചെയ്യുക, ഇതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് ഇല്ലാത്തത് കാരണം എന്താണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റഗ്രൽ PdV ആണ്. dV=0 ആകുമ്പോൾ എന്താണ് വർക്ക് ഡൺ ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും ഹീറ്റ് Q - W നമ്മൾ എന്താണ് U2 - U1 അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജി എന്ന് കണ്ടു, അല്ലെങ്കിൽ നമുക്ക് DU എന്ന് വിളിക്കാം. സോ ഇവിടെ നമുക്ക് എന്താണ് വർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് മൊത്തം എന്തായിരിക്കും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആവും, അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജി ഒക്കെ സിസ്റ്റമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിനെ നമുക്ക് എന്താണ് ഗേ-ലൂസാക്ക് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നമുക്ക് എന്താണ് ബോയിൽസ് ലോ, ചാൾസ് ലോ പോലെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ എന്താണ് ഗവേൺ ചെയ്യുന്നത് ഗേ-ലൂസാക്ക് ലോ ആണ്. ചിലപ്പോൾ ചോദിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ PV പ്ലോട്ട് നോക്കാം. അപ്പം എന്താണ് ഇതിനകത്ത് വോളിയം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് S1 എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ പ്രഷർ ഇതാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താണ് ഹീറ്റ് ആഡ് ചെയ്തു, അപ്പോൾ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, വോളിയം എന്താണ് വോളിയം V=C എന്ന് പറയുന്ന ഒരു ലൈൻ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, അങ്ങനെ ഒരു ലൈൻ. പക്ഷെ എന്താണ് പ്രഷർ ഹീറ്റ് ആഡ് ചെയ്തപ്പോൾ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്, P1 പ്രഷറിൽ നിന്ന് P2 പ്രഷറിലേക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി PT ഡയഗ്രാം വരക്കാം. PT അപ്പോൾ ഇവിടെ എന്താണ് പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞു നമുക്ക്. എന്താണ് ഇവിടെ S1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുക. പ്രഷർ ഇൻക്രീസ് ചെയ്യണതിൻ്റെ ഒപ്പം എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. 1 to 2 എന്താണ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ പ്രൊപ്പോർഷണലി ഇൻക്രീസ് when heat is added to the system. ഇനി ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിലെ ഹീറ്റ് അഡീഷൻ എന്തായിരിക്കും, ഡോ Q = നമുക്ക് എന്താണ് mCV ∆T എന്ന് എടുക്കാം.
ഇത് തന്നെയാണ് എന്ത് ഈ ഒരു ഹീറ്റ് അഡീഷൻ ആണ് എന്ത് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള സ്റ്റോർഡ് എനർജി ഓർ ഈ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡി യു ഈസ് ഈക്വൽ ടു എം സി വി ഡെൽറ്റ ടി എന്ന് എടുക്കാം, അല്ലെങ്കിൽ എം സി വി ഡി ടി എന്ന് എടുക്കാം. ഇവിടുത്തെ വർക്ക് എന്താണ്, 0 ആണ്. അതുകൊണ്ട് ഹീറ്റ് അഡീഷൻ മുഴുവൻ എന്താണ് സ്റ്റോർഡ് എനർജി ആയിട്ട് മാറും. നമുക്ക് എന്ത് ചെയ്യാം, ഡി യുനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഫോർ 1 to 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എം സി വി എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. കോൺസ്റ്റൻസ് ആണ്. ഇപ്പോൾ എന്ത് വരും, ഇപ്പോൾ ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും, T2 മൈനസ് T1 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരും, U2 മൈനസ് U1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കണ്ടു. ഇനി എൻതാൽപ്പി ചേഞ്ച് നോക്കാം. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ എച്ച് എന്താണ്, എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി എച്ച് ഈക്വൽ ടു എന്ത് വരും, ഡി യു പ്ലസ് ഡി പി വി. ഇതിനകത്ത് എന്താണ് വി ഡി പി പ്ലസ് പി ഡി വി എന്ന് വരും. ഇതിനകത്ത് എന്താണ് ഈ പി ഡി വി എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആയി പോകും. കാരണം എന്താണ്, ഡി വി കോൺസ്റ്റൻ്റ് ആണ്, മീൻസ് ഡി വി 0 ആണ്. വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ഈക്വൽ ടു സി ആയതുകൊണ്ട് എന്താണ് ഡി വി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ ഒരു ടേം ക്യാൻസൽ ആയിട്ട് പോകും. അതെന്താവും, ഡി. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡി എച്ചിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി വി ഡി പി ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, H2 മൈനസ് H1. ഇതെന്താണ്, എന്താൽപ്പിയും പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണ്. ഇൻറ്റേർണൽ എനർജി എന്താണ്, പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണ്. അടുത്ത് വരും എന്ത് വരും, ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷറും വോളിയം എന്താണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ പോയിന്റ് ഫങ്ഷൻസ് ആണ്. സോ നമുക്ക് വി P2 മൈനസ് P1 എന്ന് വരും. ഇതിനകത്ത് നമുക്ക് എന്താണ് പി ഈക്വൽ ടു എം ആർ ടി എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, എം ആർ ഇൻറ്റു T2 മൈനസ് T1 എന്ന് കിട്ടും. ഡി യു നമ്മൾ ഓൾറെഡി, അല്ലെങ്കിൽ ഡി ക്യു എന്ന് പറയുന്നത് എന്താണ്, എം സി വി ഡെൽറ്റ ടി ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ ടിനെ നമുക്ക് എങ്ങനെ എഴുതാം, T2 മൈനസ് T1 എന്ന് എഴുതാം. പ്ലസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, എം ആർ T2 മൈനസ് T1 ആണ്. എം ആർ T2 മൈനസ് T1 ആണ്. സോ ഇതിനകത്ത് ആർ എന്ന് പറയുന്നത് എന്താണ്, സി പി മൈനസ് സി വി ആണ്. സോ നമുക്ക് എന്താണ് ഇവിടെ 6 എടുക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. ഇവിടെ എന്താണ് എം ഇൻറ്റു സി പി മൈനസ് സി വി. അപ്പോൾ ഇതിനകത്ത് ഈ എം ഡെൽറ്റ ടി എന്താണ് കോമൺ ആണ്, നമുക്ക് പുറത്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് എടുക്കാം. എം ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് സി വി പ്ലസ് സി പി മൈനസ് സി വി. എന്ത് വരും, സി വി മൈനസ് സി വി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും, നമുക്ക് എം സി പി ഡെൽറ്റ ടി, അതായത് ഡി എച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ H2 മൈനസ് H1 എന്ന് പറയുന്നത് എന്താണ്, എം സി പി ഡെൽറ്റ ടിയും അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ എം സി പി ഡെൽറ്റ ടി, അതുപോലെ തന്നെ ഡി യു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, എം സി വി ഡെൽറ്റ ടി ആണ്. അതായത് ഡി യു എന്ന് പറയുന്നത് എം സി വി ഡെൽറ്റ ടി, അതുപോലെ തന്നെ ഡി എച്ച് എന്ന് പറയുന്നത് എം സി പി ഡെൽറ്റ ടിയും ആണ്. എന്ത്, കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ. ഇതിനകത്ത് വർക്ക് ഡൺ വരുന്നില്ല, 0 ആണ്. അടുത്ത പ്രോസസ്സാണ് എന്ത്, പി ഈക്വൽ ടു സി, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്, അല്ലെങ്കിൽ ഐസോബാറിക് പ്രോസസ്സ്. നമ്മൾ ഐസോകോറിക് പ്രോസസ്സാണ് നോക്കിയത്. ഇനി ഐസോബാറിക് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. എന്താണ്, പിന്നെ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം വിൽ ഇൻക്രീസ്. സംഭവിക്കും, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മളൊരു ഗ്യാസിനെ ഹീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്തൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് അഡീഷൻ നടത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സംഭവിക്കും, അതിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ എന്ത് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P1 V1 ബൈ T1 ഇസ് ഈക്വൽ ടു എന്താണ്, P2 T2 ബൈ P2 V2 ബൈ T2 ആണ്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ് 1ഉം സ്റ്റേറ്റ് 2. അതിനകത്ത് നമുക്ക് എന്താണ് പി ക്യാൻസൽ ചെയ്യാം. എന്താണ് P1 ഈക്വൽ ടു എന്താണ്, ഐസോബാറിക് പ്രോസസ്സാണ്. P1 ഈക്വൽ ടു P2 ആണ്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, V1 ബൈ T1 ഈക്വൽ ടു V2 ബൈ T2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലാണ് വോളിയം ടെമ്പറേച്ചറും കിടക്കുന്നത് ഈ ഒരു കേസിലും. നമുക്കതിൻ്റെ പ്ലോട്ട് ഒന്ന് നോക്കാം. ഇതാണെന്ത് പി വി പ്ലോട്ട് വരുന്നത്. എന്താണ് പി ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചാൽ മതി.
ഇതിനകത്ത് വോളിയം എന്ന് പറയുന്നത് V1, ഇവിടെ V2. ഈ ഒരു കേസിനകത്ത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു ഇതിനകത്ത് എന്താണ് വർക്ക് ഡൺ ഉണ്ട്. നമുക്ക് അഗെയിൻ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഇസിക്കൽ ടു എന്താണ് PdV എന്ന് എടുക്കാം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 2നെ ഡെൽറ്റ ഡബ്ല്യു ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് എന്താണ് PdV നമുക്ക് എന്തെന്ന് വരും V2 മൈനസ് V1 എന്ന് വരും. ഇവിടെ എന്ത് വരും W1 to 2 എന്ന് വരും. ഈ ഒരു ലോ എന്താണ് മീൻസ് എന്താണ് ചാൾസ് ലോ ബേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം ബോയിൽസ് ലോയും ചാൾസ് ലോയും അറിയാം. അപ്പോൾ എന്താണ് ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്, അല്ലെങ്കിൽ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഇവിടെ വരുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് ചാൾസ് ലോ ആണ് ഇവിടെ ഗവൺ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു V2 മൈനസ് V1 എന്നുള്ളതിനെ നമുക്ക് എന്താണ് PV is equal to എന്താണ് MRT അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും. ഇതിനെ MR ഡെൽറ്റ ടി എന്ന്, അതായത് MRT2 മൈനസ് T1 എന്ന് എഴുതാം. ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. അപ്പോൾ DU എന്ന് പറയുന്നത് ഇവിടെ എന്താണ് MCV ഡെൽറ്റ ടി ആണ്. ഇപ്പോൾ ഈ എല്ലാ പ്രോസസ്സിനും എന്താണ് ഈ ഒരു കേസ് തന്നെയാണ് MCV ഡെൽറ്റ ടി തന്നെയാണ് വരുന്നത്. നമുക്ക് എന്താണ് ഹീറ്റ് അഡീഷൻ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ DQ എന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റ Q ഇസ് ഈക്വൽ ടു ഡെൽറ്റ W പ്ലസ് എന്താണ് DU ആണ്. അതായത് ഇത് രണ്ട് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യലാണ്. എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻസ് പോയിന്റ് ഫങ്ഷൻസ് അല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെൽറ്റ W ഡി ഇടാത്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിയുടെ മേലൊരു വെട്ടിടാം. DQ ഇസ് ഈക്വൽ ടു TW പ്ലസ് DV അല്ല DU. അതിനകത്ത് നമുക്കിപ്പോൾ എന്താണ് Q12 എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ഈ ഒരു W1 to 2 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ എന്താണ് DU എന്ന് പറയുന്നത് MCV T2 മൈനസ് T1 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഈ W എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു MR T2 മൈനസ് T1 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അഗെയിൻ R എന്ന് പറഞ്ഞാൽ CP മൈനസ് CV ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് MR ഡെൽറ്റ ടി ആണ് വരുന്നത്. സോ നമുക്ക് M ഇൻറ്റു ഡെൽറ്റ ടി, അതായത് T2 മൈനസ് T1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും R എന്ന് പറഞ്ഞാൽ CP മൈനസ് CV ആണ്. പ്ലസ് ഈ CV വരും കൊടുത്ത CV. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലാസ്റ്റ് എന്ത് വരും MCV ഡെൽറ്റ മീൻസ് MCP ഡെൽറ്റ ടി എന്ന് വരും. MCP T2 മൈനസ് T1 എന്ന് വരും. അതാണ് എന്ത് ഹീറ്റ് ആഡഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രോസസ്സിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇനി അതിനകത്ത് ചേഞ്ചിന് എൻതാൽപ്പി എന്ന് പറയുന്നത് DH എന്ന് പറയുന്നത് എന്താണ് DH അല്ല H2 മൈനസ് H1 എന്ന് പറയുന്നത് MCP ഡെൽറ്റ ടി തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി അതുപോലെ തന്നെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ് U2 മൈനസ് U1 എല്ലാ പ്രോസസ്സിനും നമുക്ക് എന്താണ് MCV ഡെൽറ്റ ടി അതുപോലെ തന്നെ DH ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് MCP ഡെൽറ്റ ടിയും ആണ് വരുന്നത് എല്ലാ പ്രോസസ്സിനും. നമ്മൾ ഇതിനകത്ത് എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരുന്നു ഗ്രാഫ്. അതായത് V = C എന്ന് പറയുന്ന ഒരു ലൈൻ. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ലൈനാണ് വരുന്നത് P = C എന്ന് പറയുന്ന ലൈൻ. ഇനി വരുന്ന എല്ലാ പ്രോസസ്സും അതായത് പോളിട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്, അഡയാബാറ്റിക് പ്രോസസ്സ് ഉണ്ട്, ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർബോളിക് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കർവ് വരുന്നത് എന്തായിരിക്കും ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. ഈ രണ്ട് കോൺസ്റ്റൻറ്റ് ലൈൻസിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് ബാക്കി എല്ലാ പ്രോസസ്സും എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സിൻ്റെയും കർവ്സ് വരുന്നത്. ഇനി വരുന്നത് ഹൈപ്പർബോളിക് പ്രോസസ്സാണ്. അപ്പോൾ പ്രഷർ വോളിയം, അതായത് പ്രഷർ വോളിയം ഇതിൻ്റെ ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കർവ് ആണ് എന്ത് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് നോക്കാം. അവിടെ എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ഐസോതെർമൽ പ്രോസസ്സ്. അവിടെ എന്താണ് PV = അതായത് PV = C എന്ന് പറയുന്ന പ്രോസസ്സാണ് വരുന്നത്. If the temperature of working substance remains constant during expansion or compression is called a constant temperature process or isothermal process. Your isothermal process എന്ന് പറയുമ്പോൾ എന്താണ് this will happen when
working substance remain in a perfect thermal contact with the surroundings. So the heat sucked in or squeezed out is compensated exactly for work done. അപ്പോൾ എന്താണ് അതിനകത്തേക്ക് ഹീറ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ എന്ത് സംഭവിക്കും, അതിനനുസരിച്ച് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, അതാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഹീറ്റ് ഇതിനകത്ത് നിന്ന് പുറത്ത് പോകുകയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അതിനനുസരിച്ച് വർക്ക് ഇൻപുട്ട് ആ സിസ്റ്റത്തിനകത്തേക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് എന്ത് ഈ ഐസോതേർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്കറിയാം, Q മൈനസ് W ആണ്, അതിനകത്ത് ഈക്വൽ ടു DU ആണ്. അപ്പോൾ ഇവിടെ DU 0 ആണ്, അതായത് Q എത്ര എടുത്തോളം, അതായത് ഹീറ്റ് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇനിയിപ്പോൾ വർക്ക് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹീറ്റ് ഇൻപുട്ട് ഉണ്ട്. സെയിം തന്നെ ആ ഒരു കേസിൽ എന്താണ് DU 0 ആണ്. അതേപോലെ തന്നെ എന്താണ് DH എന്ന് പറയുന്നത് എന്താണ് U പ്ലസ് PdV ആണ്. അപ്പോൾ അതും 0 ആണ്. എന്താണ് എൻതാൽപ്പി 0 ആണ്. ഇതിൻ്റെ ഇക്വേഷൻ അതായത് DH എന്ന് പറയുക H=U + PV ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് അതായത് DH എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് വരും, DU 0 ആണ് പ്ലസ് DPV ആണ്. ഇതിനകത്ത് ഈ PV ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് എൻതാൽപ്പി ചേഞ്ച് എന്താണ് 0 ആണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചും ഉണ്ടാവില്ല. അതായത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് DU = എല്ലാ പ്രോസസ്സിനും MCV ∆T ആണ്. എന്താണ് ∆T എന്നാണ് T ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താകും, ഓട്ടോമാറ്റിക്കലി DU ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തായിരിക്കും, 0 ആയിരിക്കും. അതിനകത്തേക്ക് കൊടുക്കുന്ന അത്രയും ഹീറ്റ് എത്ര ആഡ് ചെയ്തോ അത്രയും വർക്ക് ഔട്ട്പുട്ട് ലഭിക്കും. വർക്ക് എത്രത്തോളം ആഡ് ചെയ്തോ അത്രയും ഹീറ്റ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അതിനകത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് PV = കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് P1 V1 = P2 V2 നമുക്ക് എഴുതാം. എന്തായിരിക്കും, ബോയിൽസ് ലോ ആണ് വരുന്നത്. എന്താണ് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അല്ലെങ്കിൽ P = 1/V എന്ന് നമുക്ക് കൊടുക്കാം. അതിനകത്ത് PV പ്ലോട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ഹൈപ്പർബോളിക് കർവ് ആണ് വരുന്നത് PV. ഇതാണ് ഈ ഒരു ലൈൻ ഇക്വേഷൻ. PV = C ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ദെൻ ഇതിൻ്റെ PT കർവ് വരുന്നത് എന്താണ്, T = C എന്ന് പറയുന്ന ഒരു കർവ് ആണ് വരുന്നത് PT പ്ലോട്ടിനകത്ത്. നമ്മൾ പറയുന്നത് എന്താ, വർക്ക് ഡൺ തന്നെയാണ് ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ∆W = ∫P/dV എന്ന് എടുക്കാം നമുക്ക്. ഇതിനകത്ത് എന്താണ് PV = എന്താണ് C ആണ്. V = നമുക്ക് മീൻസ് P = നമുക്ക് എങ്ങനെ എഴുതാം, C/V എന്ന് എഴുതാം. P = അതാണ് ഇവിടെ നമുക്ക് dV/V × C എന്ന് കൊടുക്കാം. നമുക്ക് എന്തെന്ന് വരും, LNV വരും. അതായത് വർക്ക് 1 to 2 എന്ന് പറയുന്നത് എന്താണ് LNV എന്ന് വരും. C × LNV എന്ന് വരും. അവിടെ എന്താണ്, ഇനി അതിന് തിരിച്ച് സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എന്താ വരും, P1 V1 ln V2/V1 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, MRT അതായത് T1 എഴുതേണ്ട, T എന്താണ് സെയിം ആണ്. സോ MRT ln V2/V1 എന്ന് എഴുതാം. ഇനി ലോഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ വേണ്ട വ്യത്യാസമുള്ളൂ. നമ്മൾ പറഞ്ഞു ഓൾറെഡി DU = MCV ∆T. അതിനകത്ത് ∆T 0 ആണ്. പിന്നെ എന്താണ് DH എന്ന് പറയുന്നത് = MCP ∆T. അവിടെയും എന്താണ് T 0 ആണ്, മീൻസ് DT 0 ആണ്. സോ എന്താണ് DUം DH എന്താണ് നമുക്ക് 0 ആണ് വരുന്നത്. സോ നമ്മുടെ ഹീറ്റ് അഡീഷൻ അതായത് Q12 അതുപോലെ തന്നെ W12 എന്ന് പറയുന്നത് എന്താണ് MR ln V2/V1 ആണ് വരുന്നത്. അടുത്ത പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഹീറ്റ് ഇൻപുട്ടോ ഹീറ്റ് ഔട്ട്പുട്ടോ ഉണ്ടാവില്ല. അതായത് ∆Q 0 ആയിരിക്കും. ഈ ഒരു കേസിനകത്ത് ഐസെൻട്രോപിക് പ്രോസസ്സ് S = C ആണ്. അല്ലെങ്കിൽ ഇതെന്താ നോക്കിയാൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കാം. എന്നാണ് സിസ്റ്റത്തിൻ്റെ വോൾസ് എന്തായിരിക്കും, അഡയാബാറ്റിക് വോൾസ് ആയിരിക്കും. ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ലാത്ത വോൾസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വർക്ക് ഇൻട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ∆Q 0 ആയ സ്ഥിതിക്ക് എന്താണ് ചേഞ്ച് ഇൻ W എന്ന് പറയുന്നത് എന്തായിരിക്കും, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി മാത്രമായി. അല്ലെങ്കിൽ വർക്ക് ഇൻട്രാക്ഷൻ എന്താണ്, ഇപ്പോൾ വർക്ക് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും, ലോസ് സംഭവിക്കും. ഇനിയിപ്പോൾ വർക്ക് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, DU പോസിറ്റീവ് ആവും. അതായത് മീൻസ് ∆U എന്ന് പറയുന്നത്
പോസിറ്റീവ് ആവും. ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ് ഈ ഒരു കേസിനകത്ത്. വർക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവുക. നമുക്കതിൻ്റെ നോക്കാം. In which the working substance neither receive nor give out heat to its surrounding during its expansion or compression is called an adiabatic process. ഇതിൻ്റെ കർവ് വരുന്നത് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പി വി പ്ലോട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് എന്താണ് ടി എസ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഐസെൻട്രോപിക് പ്രോസസ്സ് അല്ലേ. ഇതാണ് എന്ത് ഈ ഒരു റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് ടി എസ് പ്ലോട്ടിനകത്ത് വരുമ്പോൾ നമുക്കെന്താണ് ഫസ്റ്റിൽ ഇതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്താണ് നോൺ ഫ്ലോ പ്രോസസ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നോൺ ഫ്ലോ പ്രോസസ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി യു ആണ് ഈ ഒരു കേസിനകത്ത് വരുന്നത്. സോ നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്, നമ്മുടെ ഡി ക്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ഡി യു എന്താണെന്ന് അറിയാം, എം സി വി ഡെൽറ്റ ടി ആണെന്ന് അറിയാം. പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, പി ടി വി ആണ്. ഇവിടെ നമുക്ക് ഡി ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഈ പി ടി വിനെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എം സി വി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, പി ടി വി എന്ന് എഴുതാം, അതായത് മൈനസ് പി ഡി വി. ഇനി അതിനകത്ത് ഡി ടി ആണ് നമുക്ക് അപ്പോൾ ഡിവൈഡ് ബൈ എം സി വി. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് പി ടി വി ബൈ എം സി വി എന്ന് എഴുതാം. നമുക്ക് അടുത്ത ഇക്വേഷൻ എന്താണ്, പി വി ഈസ് ഈക്വൽ ടു എന്താണ് എം ആർ ടി ആണ്. പി വി ഈക്വൽ ടു എന്താണ് എം ആർ ടി ആണ്. സോ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും, ഡി പി, അതായത് വി ഡി പി പ്ലസ് പി ഡി വി ഈസ് ഈക്വൽ ടു എം കോൺസ്റ്റൻ്റ് ആണ്, ആർ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു ഡി ടി എന്ന് വരും. സോ നമുക്ക് എന്താണ് ഇവിടെയും നമുക്ക് എന്തുണ്ട് ഡി ടി വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഡി ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ സോ ഡി ടി ഈസ് ഈക്വൽ ടു ഇൻ ദിസ് കേസ് എന്താണ് പി ഡി വി പ്ലസ് വി ഡി പി ഡിവൈഡഡ് ബൈ എം ആർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഡി ടിക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം, രണ്ടിനെയും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് എന്തെന്ന് വരും, ഇവിടെ പി ടി വി പ്ലസ് വി ഡി പി ഡിവൈഡഡ് ബൈ എം ആർ ഈസ് ഈക്വൽ ടു മൈനസ് പി ഡി വി ഡിവൈഡഡ് ബൈ എം സി വി എന്ന് വരും. സോ നമുക്ക് എം ക്യാൻസൽ ചെയ്ത് കളയാം. then നമുക്ക് ആറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ് സി പി മൈനസ് സി വി ആണ് വരുന്നത്. എന്ത് ചെയ്യാം, ഈ പി ഡി വി ഇങ്ങോട്ട് എടുക്കാം, സി പി മൈനസ് സി വി അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ സി പി ബൈ സി വി മൈനസ് സി വി ബൈ സി വി വരും. ഇതിന് നമുക്ക് ക്യാൻസൽ ചെയ്ത് 1 എന്ന് എഴുതാം, -1 ദെൻ ഇവിടെ എന്ത് വരും, നമുക്ക് മൈനസ് പി ഡി വി. സോ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ -1 പ്ലസ് എന്താണ് പി ഡി വി ഡിവൈഡ് ബൈ പി ഡി വി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് -1 എന്ന് എഴുതാം. -1 പ്ലസ് എന്താണ് വി ഡി പി ഡിവൈഡഡ് ബൈ പി ഡി വി എന്ന് വരും, മൈനസ് ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ -1 കിടക്കുന്നുണ്ട്, ഇവിടെ -1 കിടക്കുന്നുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ സി പി ഡിവൈഡഡ് ബൈ സി വി ഈസ് ഈക്വൽ ടു എന്താണ് ഗാമ. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗാമ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് വി ബൈ പി, അതായത് വി ഡി പി ബൈ പി ഡി വി ആണ് കിടക്കുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു വി ഡി പി ബൈ പി ഡി വി അല്ലേ, പി ഇൻറ്റു ടി വി. ഒരു മൈനസും കൂടി ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, ഗാമ ഇൻറ്റു ഡി വി ബൈ വി, എന്ത് ചെയ്യുക ഡി വി ബൈ വി എന്ന് ഇങ്ങോട്ട് എടുക്കാം, ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ പി എന്ന് എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ഗാമ കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, ഗാമ ഇൻറ്റു ഡി വി ബൈ വി എന്ന് പറഞ്ഞാൽ എൽ എൻ വി എന്ന് വരും, ഇസ് ഈക്വൽ ടു മൈനസ് ഡി പി ബൈ പി എന്ന് പറഞ്ഞാൽ എൽ എൻ പി എന്ന് വരും. പ്ലസ് എന്താണ് ഒരു എൽ എൻ സി എന്ന് കൂടി ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യാം, ഈ എൽ എൻ പി ഇങ്ങോട്ട് എടുക്കുക, ദാറ്റ് ഈസ് ഗാമ എൽ എൻ വി പ്ലസ് എൽ എൻ പി ഇസ് ഈക്വൽ ടു എൽ എൻ സി. അപ്പോൾ ഇതിനെ നമുക്ക് ടോട്ടലായിട്ട് എങ്ങനെ എഴുതാം, ഗാമ എന്ത് വിയുടെ പവറിലായിട്ട് വരും.
ദാറ്റ് ഈസ് ln v റേസ് ടു ഗാമ പ്ലസ് ln p എന്ന് വരും. അപ്പോൾ ln a പ്ലസ് b എന്ന് പറയുമ്പോൾ എന്ത് വരും? ln a b എന്ന് വരും. ദാറ്റ് ഈസ് ln പി വി റേസ് ടു ഗാമ എന്ന് വരും. പി വി റേസ് ടു ഗാമ ഇസിക്വൽ ടു എന്താണ്? ln c എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം? ln കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എക്സ്പോണൻഷ്യൽ എടുക്കാം. രണ്ട് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഈ ln ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് കിട്ടും. നമ്മൾ കഴിഞ്ഞ പ്രോസസ്സിലൊക്കെ എന്താണ് ഈ ബോയിൽസിലോ അതുപോലെ ചാൾസിലോ ഒക്കെ ഉപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ എന്താണ് പ്രഷർ വോളിയം തമ്മിലുള്ള എന്താണ് റിലേഷൻസ് നമുക്കറിയാം. ഒന്നെങ്കിൽ എന്താണ് പി പ്രൊപ്പോർഷണൽ ടു ആണ്, അതുപോലെ തന്നെ എന്താണ് വി അതായത് പി വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതുപോലെ തന്നെ പി ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അതുപോലെ തന്നെ വി ടി എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഒന്ന് ബോയിൽസിലോ ഒന്ന് ചാൾസിലോ ഒന്ന് ഗൈ-ലൂസാക്കിലോയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേസിനകത്ത് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണം. നമുക്കറിയാം എന്താണ് P1V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2V2 റേസ് ടു ഗാമയാണ്. അതായത് ആ കർവ് ഇൻഡിക്കേഷനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? P1/P2 ഇസ് ഈക്വൽ ടു V2/V1 ദ ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതാം. ഇനി ജനറൽ ഇക്വേഷൻ നോക്കാം. P1V1/T1 ഇസ് ഈക്വൽ ടു എന്താണ്? P2V2/T2 ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണുള്ളത്? P1/P2 എന്താണെന്ന് നോക്കാം. സോ P1/P2 ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ആരുള്ളത്? V2/T2. അപ്പോൾ T1 കണ്ടു കൊടുക്കുമ്പോൾ T1/V1 എന്ന് വരും. അതെന്ത് ചെയ്യുക? അത് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എന്താണ് T1/T2 into V2/V1 is equal to എന്തായിരുന്നു? V2/V1 ഹോൾ റേസ് ടു ഗാമ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് T1/T2 into V2/V1 കിടക്കുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ഇവിടെ V1/V2 എന്ന് വരും. T1/T2 is equal to എന്താണ്? V2 റേസ് ടു ഗാമ ബൈ V2 ഇൻറ്റു V1 ഡിവൈഡഡ് ബൈ V1 റേസ് ടു ഗാമ എന്നാണ്. സോ നമുക്ക് എന്താണ് ഈ ഒരു V2നെ മേലേക്ക് എടുക്കുക. അപ്പോൾ ഗാമ -1 ആവും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു V1 താഴത്തേക്ക് എടുക്കും. എന്താണ് V2/V1 ദ ഹോൾ റേസ് ടു ഗാമ -1. അതായത് T1/T2 is equal to എന്താണ് ഈ ഒരു റിലേഷൻ? അതായത് T1V1 റേസ് ടു ഗാമ -1 is equal to T2V2 റേസ് ടു ഗാമ -1. അപ്പോൾ എന്താണ് ഈ ഒരു കേസിനകത്ത് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതുപോലെയാണ് വരുന്നത്. അതായത് ഒരു ഡയാബാറ്റിക് പ്രോസസ്സിലെ റിലേഷൻ, ഡയാബാറ്റിക് കർവിൽ റിലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് യൂസ്ഫുൾ ആണ്. ഓട്ടോസൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ തന്നെ എന്ത് വേണം? ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇനി എന്താണ്? നമുക്ക് പ്രഷറിൻ്റെ റിലേഷൻ നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? എഗെയിൻ P1V1 ദാറ്റ് ഈസ് V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2V2 റേസ് ടു ഗാമ. സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. സോ അത് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ്? P1/P2 is equal to V2/V1 റേസ് ടു ഗാമ. അപ്പോൾ ഇതിനെ തിരിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 1/ഗാമ is equal to V2/V1 എന്ന് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ പവറിലുണ്ടായിരുന്ന ആളെ ഇങ്ങോട്ട് എടുത്തപ്പോൾ എന്താണ്? 1/ഗാമ ആയി. ഇനി എന്താണ്? നമുക്ക് V2/V1 കാണണം. അത് എന്ത് ചെയ്യും? ജനറൽ ഇക്വേഷനിൽ നിന്ന് എടുക്കാം. ദാറ്റ് ഈസ് P1V1/T1 is equal to P2V2/T2. സോ നമുക്ക് എന്താണ് വേണ്ടത്? V2/V1 ആണ് വേണ്ടത്. എന്താണ്? V2/V1 is equal to ഓൾറെഡി P1/T1 എടുക്കുന്നുണ്ട്. ഇനി എന്താണ് താഴെ ഉണ്ടായിരുന്ന T2/P1 എന്ന് വരും. അതായത് ഇപ്പം എന്താണ് നമ്മുടെ V2/V1 എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്? P1/T1 അല്ലെങ്കിൽ എന്താണ് P1/P2 ഇൻറ്റു T2/T1 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് P1/T1 ഇൻറ്റു T2/P2. എന്താണ് ഈ P2നെ
അതായത് നമുക്ക് എന്താണ് ടെമ്പറേച്ചർ തമ്മിലുള്ള ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് അറിയേണ്ടത്. എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടുന്ന് പ്രഷറിനെ ആ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്കെന്താണ്, നമുക്ക് T1/T2 ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ T1 T2 ഈ ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ എന്താണ്, P1/P2 ഉണ്ട്, ദെൻ P2/P1 ഹോൾ റേസ് ടു 1/γ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതിനകത്ത് എടുക്കുമ്പോൾ -1 എന്ന് വരും. ഇതിനെ തിരിച്ചെഴുതുമ്പോൾ അതായത് P1/P2 എന്ന് എഴുതുമ്പോൾ എന്ത് വരും, ഇതിൻ്റെ ഫ്രണ്ടിലൊരു മൈനസും കൂടി വരും, അതായത് 1 - 1/γ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, γ - 1/γ എന്ന് എഴുതാം. γ - 1/γ ഇതാണ് എന്ത്, ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഏത് കേസിനകത്ത്, അഡിയാബാറ്റിക് കേസിനകത്ത്. ഇനി അതിനകത്തുള്ള വർക്ക് ഡൺ നമുക്ക് നോക്കാം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്, W ഈസ് ഈക്വൽ ടു P/dV ആണ്. ഇവിടെ P/V⁻γ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, C/V⁻γ ഈസ് ഈക്വൽ ടു P. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ΔW ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ C/V⁻γ dV. സോ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ C × V⁻1 - γ ഡിവൈഡഡ് ബൈ 1 - γ എന്ന് വരും. ഇൻറ്റഗ്രൽ 1 to 2 W 1 to 2. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് പ്രഷർ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്, V2⁻1 - γ മൈനസ് V1⁻1 - γ ഹോൾ ഡിവൈഡഡ് ബൈ 1 - γ ഇൻറ്റു C ഉണ്ട്. C എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അവിടെ P2 V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് മീൻസ് C എന്ന് പറയുന്നത് എന്താണ്, V1⁻γ ആണ് എന്ത് C എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, P2 V2⁻γ ഇൻറ്റു V2⁻1 - γ മൈനസ് P1 V1⁻γ ഇൻറ്റു V1⁻1 - γ ഹോൾ ഡിവൈഡഡ് ബൈ 1 - γ. സോ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു V1⁻γ ഇൻറ്റു എന്താണ്, ഇവിടെ എന്താണ് ഒരു V1⁻−γ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു -γ ഈ V2⁻γ എന്നുള്ളതും ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് ഈ ഒരു കേസിനകത്ത് വരുന്നത് എന്താണ്, P2 V2 മൈനസ് P1 V1 ഹോൾ ഡിവൈഡഡ് ബൈ 1 - γ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു പ്രോസസ്സ് നോക്കുക. ഇതിനകത്ത് എക്സ്പാൻഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പ്രഷർ ഡിക്രീസ് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ പ്രോസസ്സിനാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ റിലേഷൻ ഇങ്ങനെയാണ്, മീൻസ് കംപ്രഷൻ പ്രോസസ്സിനാണെങ്കിൽ ഈ റിലേഷൻ 1 - γ എന്ന് വരും. ഇതാണ് ജനറലായിട്ട് വരുന്നത്. ഏത്, P2 V2 മൈനസ് P1 V1 ബൈ 1 - γ എന്നാണ്. ഇനിയിപ്പോൾ ഈ ഒരു കേസ് എന്താണ്, എക്സ്പാൻഷൻ പ്രോസസ്സിനാണെന്നുണ്ടെങ്കിൽ γ -1 എന്നും, അതേപോലെ തന്നെ അതായത് ഇത് കംപ്രഷൻ പ്രോസസ്സിനും എക്സ്പാൻഷൻ പ്രോസസ്സിനാണെങ്കിൽ P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ γ -1 ആണ് വരിക എക്സ്പാൻഷൻ പ്രോസസ്സിനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് എന്താണ്, നമുക്ക് MR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, MR ΔT ഡിവൈഡഡ് ബൈ γ -1 എന്ന് വരും. നമുക്ക് എന്താണ് ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്ന ഇൻറ്റേർണൽ എനർജി നോക്കാം. DU ഈസ് ഈക്വൽ ടു, നമുക്കെന്ത് വരും, അഡിയാബാറ്റിക് പ്രോസസ്സാണ്, DQ മാത്രമേ 0 ഉള്ളൂ. DU എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, MCV ΔT ആണ്. അതേപോലെ തന്നെ എന്താണ്, DH എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, MCP ΔT ആണ്. ഇനി അടുത്ത കേസ് എന്താണ്, പോളിട്രോപ്പിക് പ്രോസസ്സാണ്. പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സിംഗിൾ P⁻n ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. എന്താണ്, അഡിയാബാറ്റിക് ലൈൻ പോലെ തന്നെ വരും. ഓൾറെഡി പറഞ്ഞു എന്താണ്, ഐസോതെർമൽ പ്രോസസ്സാണ് ഇങ്ങനെ ആയിരിക്കും, ദെൻ അഡിയാബാറ്റിക് പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ഇങ്ങനെയും, അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും എന്താണ്, PQ അതായത് Y ആക്സിസിന് പാരലായിട്ട് അല്ലെങ്കിൽ പ്രഷർ ആക്സിസിന് പാരലായ ഒരു ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും എന്ത്, നമ്മുടെ ഐസോബാറിക് പ്രോസസ്സ് വരുന്നത്.
അതുപോലെ തന്നെ എന്താണ് വോളിയം ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ആയിരിക്കും എന്ത് നമ്മുടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് വരുന്നത്. അതിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നമ്മുടെ എല്ലാ പ്രോസസ്സും വരുന്നത്. സോ എന്താണ് ഈ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് എവിടെ വേണമെങ്കിലും വരാം. സോറി, ഈ ഒരു എന്നിൻ്റെ വാല്യൂസിനനുസരിച്ച് ആ ഒരു കർവിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ഈസ് ഓൾസോ നോൺ ആസ് എ ജനറൽ ലോ ഫോർ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ഓഫ് ഗ്യാസസ്. അതാണ് ഈ ഒരു കംപ്രഷൻ എക്സ്പാൻഷൻ പ്രോസസ്സിനുള്ള ജനറൽ ലോ ആണെന്ത് ഈ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ എന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് പോളിട്രോപ്പിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ഗാമയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് 1.4 ആയിട്ടാണ് നമ്മൾ എടുക്കാറ് എയറിന്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് 0 to infinity ആണ്. എന്നിൻ്റെ വാല്യൂ വരുന്നത് n equal to 0 to infinity വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാനർ വിച്ച് ദ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ ഹാസ് ടേക്സ് പ്ലേസ്. Various expansion for polytropic process may be expressed by changing index n. അപ്പോൾ അതിനകത്ത് എന്നിൻ്റെ വാല്യൂ ആണെന്ത് 1.4 ആണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ് അഡയാബാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം എന്ത് v1 raised to gamma മൈനസ്, അതായത് എന്താണ് പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ അല്ലെങ്കിൽ PVT റിലേഷൻ T1 v1 raised to n minus 1 equal to നമുക്ക് എങ്ങനെ എഴുതാം T2 into v2 raised to n minus 1. അതുപോലെ തന്നെ T1 by T2 is equal to P1 by P2 whole raised to n minus 1 by n. നേരത്തെ നമുക്ക് ഗാമ മൈനസ് 1 ബൈ n ഗാമ എന്ന് എഴുതിയ പോലെ ഇവിടെ n minus n divided by n എന്ന് എഴുതാം. n minus 1 by n. അതുപോലെ തന്നെ വർക്ക് ഡൺ വരുന്നത് എങ്ങനെയാണ് P1 v1 മൈനസ് P2 v2 ഡിവൈഡഡ് ബൈ n minus 1 ആണ് എന്തിന് എക്സ്പാൻഷൻ പ്രോസസ്സിന്. ഇനി കംപ്രഷൻ പ്രോസസ്സിനാണെന്നുണ്ടെങ്കിൽ എന്താണ് അഡയാബാറ്റിക്കിൻ്റെ സെയിം തന്നെയാണ്. അതിനകത്ത് ആ ഗാമയ്ക്ക് പകരം n ഇട്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ വരുമ്പോൾ P2 v2 ഡിവൈഡഡ് മൈനസ് P1 v1 ഹോൾ ഡിവൈഡഡ് ബൈ n minus 1 ആണ് എന്തിന് കംപ്രഷൻ പ്രോസസ്സിന് വരുന്നത്. ഇനി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് DU എല്ലാ കേസിലും MCV ഡെൽറ്റ ടി ആണ് വരുന്നത്. MCV ഡെൽറ്റ ടി. അതുപോലെ തന്നെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എന്താണ് MCP ഡെൽറ്റ ടി ആണ് വരുന്നത്. ഇനി ഇവിടെ എന്താണ് പോളിട്രോപ്പിക് പ്രോസസ്സാണ്. അതിനകത്ത് ഹീറ്റ് അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഡോക്യു എന്ന് പറയുന്നത് എന്താണ് ഡോക്യു ഈസ് ഈക്വൽ ടു ഡോ W പ്ലസ് DU. ഡോ W എന്ന് പറയുന്നത് എങ്ങനെയാണ് P1 v1 മൈനസ് P2 v2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് മീൻസ് n മൈനസ് 1 പ്ലസ് ഇനി എന്താണ് MCV T2 മൈനസ് T1 ആണ് വരുന്നത്. നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് MR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് MR T1 മൈനസ് T2 ബൈ n മൈനസ് 1 പ്ലസ് MCV T2 മൈനസ് T1. ഇനി ഇതിനകത്ത് എന്താണ് CV ഇസ് ഈക്വൽ ടു നമുക്ക് R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് വരും നോക്കാം. ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ R ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. സോ നമുക്കിപ്പോൾ എന്തുണ്ട് MR കോമൺ ആണ്, അതിനെ നമുക്കൊരു സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ MR കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. അതേപോലെ തന്നെ എന്താണ് ഇവിടെ T1 മൈനസ് T2 ഇവിടെ T2 മൈനസ് T1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം T1 മൈനസ് T2 നമുക്ക് ഒരു സൈഡിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും 1/1 മൈനസ് n, അല്ലെങ്കിൽ വേണ്ട ഇവിടെ എന്താണ് ഈ ഒരു T1 മൈനസ് T2 പുറത്ത്, അതായത് 1/n മൈനസ് 1 മൈനസ് 1 ഗാമ മൈനസ് 1 എന്ന് വരും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ മൈനസ് 1 മൈനസ് n പ്ലസ് 1 ഡിവൈഡ് ബൈ എന്ത് വരും n മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1 എന്ന് വരും. ഇതിനകത്ത് മൈനസ് 1 പ്ലസ് 1 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഗാമ മൈനസ് n എന്ന് വരും. ഗാമ മൈനസ് n ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1. റീഅറേഞ്ച് ചെയ്തെഴുതാം. ഗാമ മൈനസ് n divided by gamma minus 1 into MR T1 minus T2 all divided by n minus 1.
ഇതാണ് എന്ത് ഹീറ്റ് 1 to 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഹീറ്റ് ആഡഡ് പെർ യൂണിറ്റ് വോളിയം കൂടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ഓർ റിജക്ഷൻ പെർ യൂണിറ്റ് വോളിയം ഓഫ് എ പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് Q1 അതായത് എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് വോളിയം അല്ല, യൂണിറ്റ് വോളിയത്തിനകത്തുള്ള ഹീറ്റ് ഇൻ ഓർ ഹീറ്റ് ഔട്ട് എന്ന് പറയുന്നത്, ഹീറ്റ് അബ്സോർപ്ഷൻ ഓർ റിജക്ഷൻ എന്ന് പറയുന്നത് Q12 is equal to എന്താണ് W12 ഇൻറ്റു ഗാമ മൈനസ് N ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ഇതിനകത്ത് നമുക്ക് എന്താണ് DQ is equal to DW ഇൻറ്റു ഗാമ മൈനസ് N ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. സോ നമുക്ക് DW നമുക്ക് എങ്ങനെ എഴുതാം, PdV എന്ന് എഴുതാം. എന്ത് ചെയ്യാം, ഈ DVനെ താഴേക്ക് എടുക്കുക. അപ്പോൾ dQ/dV is equal to P ഇൻറ്റു ഗാമ മൈനസ് N ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. എന്താണ് നമുക്ക് വേണ്ടത്, പെർ സെക്കൻഡ് ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, DQ ഇപ്പോൾ DQ ഡിവൈഡ് ബൈ DT is equal to DQ ഡിവൈഡഡ് ബൈ DV ഇൻറ്റു DV ഡിവൈഡഡ് ബൈ DT എന്ന് എഴുതാം. ഇവിടെ എന്ത് വരും, PdV/dt എന്ന് വരും. ഈ DV എന്ന് പറയുന്നത് എന്താണ്, വോള്യമാണ്. അപ്പോൾ ഇതിനകത്ത് dV/dt എന്ന് പറയുന്നത് എന്താണ്, സ്വെപ്റ്റ് വോള്യം പെർ സെക്കൻഡ് ആണ് വരുന്നത്. നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്ന നോൺ ഫ്ലോ പ്രോസസ്സിനകത്ത് റിവേഴ്സിബിൾ പ്രോസസ്സസ് എല്ലാം കഴിഞ്ഞു. ഇനി റിവേഴ്സിബിൾ പ്രോസസ്സ് മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഫ്ലോ പ്രോസസ്സ് ഉണ്ട്. അതിനകത്തുള്ള പ്രോസസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാ പ്രോസസ്സും എന്താണ് നമുക്ക് ത്രൂ ഔട്ട് ഇനിയുള്ള അനാലിസിസ്, അതായത് നമുക്ക് എന്താണ് തെർമോഡൈനാമിക് ഡിവൈസസ് വരുന്നുണ്ട്, എൻജിൻ, അതുപോലെ തന്നെ കംപ്രസർ, ടർബൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്താണ് ഈ റിലേഷൻസ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്, ആവശ്യമുണ്ടാവും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.